ഇപ്പൊ രേണുസുതി നിങ്ങളെ പോലെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തിയാണ്. സോ അതിനോട് എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ? രേണു ചേച്ചി പേഴ്സണലി എൻ്റെ നല്ല ഫ്രണ്ടാണ്. ഇപ്പോൾ എൻ്റെ എന്താണ് ചെയ്ത ആൽബത്തിൻ്റെ തെൻസർക്കായിരുന്നല്ലോ അതിൻ്റെ ഡയറക്ട് ഇത്. തെൻസർക്കാരുടെ ആൽബം ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അവരൊരു ആൽബം ഇറങ്ങുന്നുണ്ട് തെൻസർക്കാരുടെ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺടാക്റ്റാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആ രേണുസുതി പറഞ്ഞാൽ ചേച്ചി ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോൾ ഒരു ഇതായി. പക്ഷേ സൈബർ അറ്റാക്ക് ചില കമൻസ് ഒക്കെ വരുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം അത് നേരിട്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. കാരണം നമുക്ക് എന്തായാലും നമ്മുടെ വർക്ക് മുന്നോട്ട് പോകണം. നമുക്ക് ആരും വേറെ ആരൊന്നും നമുക്ക് ഒരു കുറച്ച് ക്യാഷ് കൊടുന്നേരും അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നോക്കാനൊന്നും നമ്മളെ കാര്യം നമ്മൾ തന്നെ അധ്വാനിച്ച് ജീവിക്കാൻ വേണം. അവർ വളരെ മാന്യമായിട്ട് അവർ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അവർ ഇതാക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയില്ല ഈ ആൾക്കാരുടെ മെൻറ്റാലിറ്റി എന്താണെന്നുള്ളത്. ഇപ്പോൾ കുറേ കുറച്ചും കൂടെയൊക്കെ അവർക്ക് നല്ലൊരു പോസിറ്റീവ് കമൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ അവതാരകൻ്റെ അതും സത്യം പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എങ്കിൽ പിന്നെ ആ ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ചേച്ചി കുറച്ചും കൂടെ സപ്പോർട്ടിങ് വന്നിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിലും സൈബർ അറ്റാക്ക് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കാരണം എന്ത് നല്ല ചെയ്താലും സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും അറ്റാക്കും കാര്യങ്ങളായിരുന്നു. ഞാൻ ആഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മടുത്ത് ഞാൻ നിർത്താൻ പോകുന്നതാണ്. അപ്പോൾ ആഷി പറയും നീ നിൻ്റെ ഹാപ്പിനെസ് വേണ്ടി ചെയ്യുന്നതല്ലേ, അവർ എന്തെങ്കിലും പറഞ്ഞു നിൻ്റെ ഹാപ്പിനെസ് കുറയ്ക്കുന്നത്, അത് വിട്ട് കളാം, നീ നിൻ്റെ പിന്നെ നമുക്കെല്ലാം ഒരു എയിമുണ്ട്. ഇപ്പോൾ എന്നെ എത്ര ആൾക്കാർ കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ ബാഡ് കമൻറ്റ് പറയാം, എൻ്റെ ഒരു ഫോക്കസ് ഓഫ് എയിം ഉണ്ട്. ആ എയിം തേടിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ പേഴ്സണലി ഞങ്ങൾ രണ്ടുപേരും കമൻറ്റ്സ് നോക്കാറില്ല. രേണു ചേച്ചിയുടെ കമൻറ്റ്സ് ആകുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അതിലൂടെ കാണുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് പോസിറ്റീവായി വരുന്നതുകൊണ്ട് സന്തോഷം. ഇപ്പൊ അവിടെ റീസെന്റ് ഒരു മാരേജ് കഴിഞ്ഞല്ലോ. സോ അവർ സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ടാണ് കുറച്ച് ഫെയിം ആയത്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് ആൽബംസിലൊക്കെ അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതിനോട് എങ്ങനെയാ? ഇല്ല, രേണു ചേച്ചി അഫ്കോഴ്സ് സുധിച്ചേട്ടൻ്റെ വൈഫ് ആയതുകൊണ്ട് ഒരു പോപ്പുലാരിറ്റി എന്തായാലും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ചേച്ചിക്ക് കുറച്ചും കൂടെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ആൾക്കാർ ചേച്ചിനെ പോയിട്ട് എന്താ ആൽബം ആണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പരിപാടിക്കും വിളിക്കുന്നത്. അപ്പം നമുക്കൊരു മാർക്കറ്റ് വാല്യൂ ഉള്ള സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഞങ്ങൾക്കാണെങ്കിലും ഒരു മാർക്കറ്റ് വാല്യൂ ആ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും വിളിക്കില്ല, ഈ നമ്മൾ ആ ഒരു വാല്യൂ അവിടെ തീർന്നു പോയി. ഇപ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരാളാണ് ചേച്ചി. അപ്പോൾ ചേച്ചി ആ സമയത്ത് കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം. കാരണം അവരെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ, അതിന് വേറെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യുന്നില്ലല്ലോ, നല്ല രീതിയിൽ തന്നെയല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.